Dear students, we started to study about by the hands of the nature. So we are moving to the second part, that is erosion and deposition. What is erosion and what is deposition? Okay. The transfer of rock particles formed by physical, chemical or biological weathering process from one place to another by external agencies like running water, wind, glaciers, sea waves, etc. are called erosion. So the weathering process happens, that may be physical, chemical or biological, from one place to another due to external agents. അതാണ് എന്താ പറയുക, ഇറോഷൻ എന്ന് പറയാം. എക്സ്റ്റേണൽ ഏജൻസ് ആയിട്ടുള്ള വിൻഡ്, വാട്ടർ, അതുപോലെ തന്നെ ഗ്ലേഷ്യേഴ്സ്, സീ വേവ്സ്, ഇതിലൂടെ ഒരു പാർട്ടിക്കിൾസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് റോക്ക് പാർട്ടിക്കിൾസോ സാൻഡ് പാർട്ടിക്കിൾസോ മൂവ് ആകുമ്പോൾ ആ ഒരു മൂവ്മെന്റിനാണ് എന്താ പറയുക, ഇറോഷൻ എന്ന് പറയാം, കുത്തിയൊലിപ്പ് എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ. These materials will be deposited in the low-lying regions and this process is called deposition. ആ എറോഷൻ സംഭവിച്ചു വരുന്ന സാധനങ്ങൾ ലോ ലെയർ അഥവാ താഴെ എന്ത് ചെയ്യുന്നു, ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതിന് ഡിപ്പോസിഷൻ എന്നും പറയുന്നു. Now you might have realized the external forces cause both erosion and deposition. അപ്പം എക്സ്റ്റേണൽ ഫോഴ്സിന് എറോഷനിലും ഡിപ്പോസിഷനിലും രണ്ടിലും പങ്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവും. Okay. The erosion as well as the deposition carried out by the external agencies create various landforms. അങ്ങനെ വരുന്ന എറോഷനിലൂടെയും ഡിപ്പോസിഷനിലൂടെയും ഡിഫറെന്റ് ലാൻഡ് ഫോംസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ലെറ്റ് us go to the various landforms created by such process. ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിലൂടെ അഥവാ എക്സ്റ്റേണൽ ഫോഴ്സസ് ആയ വാട്ടറും വിൻഡും ഗ്ലേഷ്യേഴ്സും സീ വേവ്സും ഈ നാലെണ്ണത്തിലൂടെ ഉണ്ടാകുന്ന ലാൻഡ് ഫോംസ് ക്രിയേഷനെ കുറിച്ചുള്ളതാണ്. പുതിയ ലാൻഡ് ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദിസ് ചാപ്റ്റർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അലോങ് ദ റിവർ ബാങ്ക്സ്. റിവർ ബാങ്ക്സിൽ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ നടക്കും. റിവേഴ്സ് ഒറിജിനേറ്റ് ഫ്രം ദ സ്പ്രിംഗ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിന്നാണ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. Rills formed by rainwater may join together and form streams. ചെറിയ ചെറിയ നീരൊഴുക്കുകൾ കൂടി ചേർന്ന് സ്ട്രീംസ് ഉണ്ടാകും. A river develops through the merging of numerous such streams. അങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് ചെറിയ ചെറിയ അരുവികൾ ചേർന്നിട്ടാണ് ഒരു റിവർ ഉണ്ടാകുന്നത്. The place of origin of river is called its source. റിവറിന്റെ ഒറിജിൻ അതെന്ത് പറയുന്നു, സോഴ്സ് എന്ന് പറയുന്നു. And the place at which it discharges into sea or the water body is called a river mouth. ആ റിവർ ഒഴുകിയിട്ട് ഒരു സമുദ്രത്തിലേക്കോ ഒരു കടലിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വാട്ടർ ബോഡിയിലേക്കോ ചേരുന്ന ആ ഒരു പ്ലേസ് അതിനെന്ത് പറയുന്നു, റിവർ മൗത്ത് എന്ന് പറയും. അപ്പോൾ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ദ ഒറിജിൻ പോയിന്റ് ഓഫ് ദ റിവർ കോൾഡ് സോഴ്സ് and the ending point of the river called mouth. Okay. How the river makes? So many rain waters are coming together and they are joining as streams. So many streams are joining as river. This river is going to end to the sea or any another water body. This place is called river mouth. So let us see some factors determining the flow of a river. ഒരു റിവർ ഒരു പുഴ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന what are the factors determining the flow of river? River flow. First of all, volume of water. വെള്ളത്തിന്റെ വോളിയം. സെക്കൻഡ് വൺ, റോക്ക് സ്ട്രക്ചർ. തേർഡ് വൺ, സ്ലോപ്പ് ഓഫ് ദ ടെറൈൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ, എമൗണ്ട് ഓഫ് സെഡിമെന്റ്സ്. മണ്ണുകൾ എത്ര എമൗണ്ട് അത് കൊണ്ടുവരുന്നു. സോ ദീസ് ആർ ദ ഫോർ മെയിൻ ഫാക്ടേഴ്സ് ഓഫ് റിവർ ഫ്ലോ: വോളിയം ഓഫ് വാട്ടർ, rock structure, slope of terrain, and the amount of sediments. So let's have a classify the river flow into 3 stages. The course of a river can generally be divided into 3 stages based on the different slopes of the source of mouth from its source to mouth. അതിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ അതിന്റെ മൗത്ത് വരെയുള്ള ഗ്യാപ്പിൽ we can classify into 3: upper course, middle course, and lower course. Upper course. What is upper course? Upper course is that part of the river where it rapidly flows down along steep slopes from the place of origin. അതിന്റെ ഒറിജിനിൽ നിന്ന് സ്റ്റീപ്പ് ആയിട്ടുള്ള നല്ല കുത്തനെയുള്ള സ്ഥലത്ത് കൂടെ ഇറ്റ്സ് ഫ്ലോയിങ് വെരി ഫാസ്റ്റ്ലി, റാപ്പിഡ്ലി.
So the intensity of erosion is severe in this course. അപ്പം എറോഷൻ കുത്തൊലിപ്പിനുള്ള സാധ്യത കൂടുതലാണ് എവിടെ? അപ്പർ കോഴ്സിൽ, ബിക്കോസ് വാട്ടർ ഈസ് ഗോയിങ് വെരി ഫാസ്റ്റ്, വെരി റാപ്പിഡ്ലി. Second layer is middle course. Is that the stage of river where it flows through gently sloping foothills? മലയടിവാരത്ത് കൂടിയാണ് വരുന്നത്. As the velocity of flow decreases, അതിന്റെ സ്പീഡ് കുറയും, flow is decreasing, the intensity of erosion declines and the deposition begins. അപ്പം അവിടെ മഴയുടെ താഴെ എത്തുമ്പോൾ അതിന്റെ സ്പീഡ് കുറയുമ്പോൾ കുത്തൊലിപ്പ് കുറയും. പക്ഷെ എന്ത് ചെയ്യുന്നു? മുകളിൽ നിന്ന് കുത്തിയൊലിച്ചു വന്ന സാധനങ്ങളൊക്കെ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു? എറോഷൻ ഡിക്ലൈൻ ആവുന്നു, ഡിപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, then the third stage, lower course. In this stage where the water flows through the plains, പരന്ന സ്ഥലത്ത് കൂടിയാണ് വെള്ളം ഒഴുകുന്നത്, the rate of deposition will be higher due to slow phase of the river. വെള്ളം വളരെ സ്ലോയിലാണ് ഒഴുകുന്നത്, അതുകൊണ്ട് ഡിപ്പോസിഷൻ കൂടുതൽ നടക്കുന്നു. ആൻഡ് ഇൻക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് സെഡിമെന്റ്സ് ഡ്യൂറിംഗ് ദി സ്റ്റേജ്. ആ സമയത്താണ് സെഡിമെന്റ്സ്, മണ്ണുകൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്? അടിഞ്ഞു കൂടുന്നത് ഈ ലോവർ പ്ലേസിലാണ്. സോ യു ക്യാൻ സീ ഫ്രം അപ്പർ കോഴ്സ് ടു ദ ലോവർ കോഴ്സ്. അപ്പർ കോഴ്സ്, place of origin of water, river flows through steep slopes and intensive rate of erosion, no deposition, കാരണം deposition കംപ്ലീറ്റ് ഒഴുകി പോരും താഴോട്ട്. Landforms such as valley, waterfalls, etc. are in the screen. So that is the first layer. And the second layer, you can see the middle core flows through the foothills. Foothills both erosional and depositional processes are active, and features such as meanders and lakes are seen. We will study about meanders and lakes. Okay, and the last one in lower course flows through the plains. An active depositional process are നടക്കുന്നു. Depositional landforms in the floodplains, deltas, that also we will study. എന്താണ് floodplains എന്നാണ്, എന്താണ് deltas എന്നാണ്, we will study. So these are the three main course of the river flow: upper course, middle course and the lower course. So this is all about the second part. Thank you.